2021 ഒക്ടോബർ 22-നാണ് കാളത്തോട് മുസ്ലിം പള്ളിക്ക് സമീപത്ത് വെച്ച് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ നാച്ചു എന്ന് വിളിക്കുന്ന ഷമീറിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. മീൻ കച്ചവടവുമായി ബന്ധപ്പെട്ട തർക്കം പിന്നീട് രാഷ്ട്രീയ പകപോക്കലിലേക്ക് എത്തുകയായിരുന്നു. വടിവാളും കമ്പിവടിയും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് അതിക്രൂരമായാണ് നാച്ചുവിനെ കൊലപ്പെടുത്തിയത്. അതിദാരുണമായ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ ഷാജഹാൻ, ഷബീർ, അമൽ സാലിഹ് എന്നിവരാണ്. കൂടാതെ കൊലപാതകത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയും നടന്നു. ഷിഹാസ്, നവാസ്, സൈനുദ്ദീൻ എന്നിവരാണ് ഗൂഢാലോചനയിൽ പങ്കെടുത്തിരുന്നത്. എല്ലാ പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തത്തോടൊപ്പം 13.5 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. അതിൽ 3 ലക്ഷം രൂപ കൊല്ലപ്പെട്ട നച്ചു എന്ന ഷമീറിന്റെ അവകാശികൾക്ക് നൽകണം. രാഷ്ട്രീയ വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. നച്ചുവിന് വധഭീഷണിയുണ്ടെന്ന് കാണിച്ച് കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപ് സഹോദരൻ ബഷീർ പോലീസിൽ പരാതി നൽകിയിരുന്നു. കോവിഡ് കാലത്ത് മീൻ ബിസിനസ് ആരംഭിച്ച നച്ചു അത് സപ്ലൈ ചെയ്യാനായി ബന്ധുവിന്റെ ട്രക്കിൽ എത്തി. കാളത്തോട് ബാങ്കിന് സമീപത്ത് വെച്ച് സുഹൃത്തിനോട് സംസാരിച്ച് നിൽക്കുമ്പോഴായിരുന്നു കൊലപാതകം നടന്നത്. നടു റോഡിൽ വെച്ചായിരുന്നു കൊലപാതകം. 68 സാക്ഷികളാണ് കേസിലുണ്ടായിരുന്നത്. വിചാരണയുടെ പല ഘട്ടത്തിലും സാക്ഷികൾക്ക് പ്രതികളുടെ ഭാഗത്തു നിന്ന് ഭീഷണിയും നേരിടേണ്ടി വന്നു. കൊലപാതക ദൃശ്യങ്ങൾ പതിഞ്ഞ ഇന്ത്യൻ ബാങ്ക്, സ്കൈലൈൻ അപ്പാർട്ട്മെന്റ് എന്നിവിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പ്രധാന തെളിവായി. ഗൂഢാലോചന ശാസ്ത്രീയമായി തെളിയിക്കാനും ഇതോടെ പ്രോസിക്യൂഷന് കഴിഞ്ഞു. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KB സുനിൽകുമാർ, പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ലിജി മധു എന്നിവർ ഹാജരായി. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.